ഗായ്സ്, ഇന്നാണ് ആ ദിവസം. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന ആ ദിവസം. ഇത്ര ബിൽഡപ്പ് ഒന്നും വേണ്ട. നമ്മുടെ തണ്ണിമത്തൻ നമ്മൾ പിച്ചാൻ പോവാണ്. നമ്മൾ പോലും വിചാരിക്കാതെ, നമ്മൾ പോലും ആഗ്രഹിക്കാതെ വളർന്നു വന്ന ആ തണ്ണിമത്തൻ. അത് അങ്ങോട്ട് ഒത്തിരിയൊന്നും വലുതായില്ല, പക്ഷെ അതിൻ്റെ ഇലയെല്ലാം വാടിപ്പോയി. ഇനി നിന്ന് അളിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കത് പിച്ചാൻ. ഇനി അളിഞ്ഞു പോകുന്നുള്ള വിഷയം വേണ്ട. ആരുടെ അവിടെ കിടന്ന് ഫോൺ അടിക്കുന്നത്. ഗൈസ്, ഇതതിൻ്റെ ഞെട്ടീന്ന് അറ്റ് പോയി കിടക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്കിതിനെ ഇനിയിപ്പോൾ പിച്ചയൊന്നും വേണ്ട. ഇനി നമുക്കിതിനെ പൊക്കിയെടുക്കാം. തണ്ണിമത്തൻ ഞാൻ എടുത്തിരിക്കുന്നു ഗൈസ്. ഇതിന് ഒത്തിരി ഇത് വലുതായില്ല, എങ്കിലും നമുക്കിത് തുറന്ന് നോക്കാം. ഓക്കെ, ഇനി അടുത്ത തണ്ണിമത്തൻ എടുക്കാം. ഓക്കെ, ഇച്ചിരി കൂടെ നല്ല നീളവും മണ്ണൊക്കെ ഉണ്ട്. ഇതെനിക്ക് നല്ല തക്കിടുമ്പോൾ ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കിയാലോ. ഇനി നമുക്ക് തണ്ണിമത്തൻ വെട്ടി നോക്കാം. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന, നമ്മൾ സാധാരണ കഴിക്കുന്ന തണ്ണിമത്തൻ കണക്ക് തന്നെ ആണോ ഇത് നോക്കാം. ഇത് രണ്ടും കൂടെ കണ്ടോ. ഇതിന് ഇച്ചിരി വണ്ണക്കുറവുണ്ട്, നീളക്കുറവും. ഇതിന് നല്ല വലിപ്പവും തടിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അച്ഛനും കൂടെ വന്നിട്ട് കണ്ടിക്കാമെന്ന് വിചാരിച്ചു. കാരണം അച്ഛനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്നെ പോലെ. സോ അച്ഛൻ വന്നിട്ട് നമ്മൾക്ക് കണ്ടിക്കാം. അതുവരെ ഇതിവിടെ വെയിറ്റ് ചെയ്യട്ടെ. ഗായ്സ്, അച്ഛൻ വന്നിരിക്കുന്നു ഗായ്സ്. ഇതൊക്കെ തണ്ണിമത്തൻ കണ്ടിക്കാം. അച്ഛനും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ വേറെ ഇറങ്ങി. എത്ര നേരമായി അച്ഛൻ? അച്ഛൻ എക്സൈറ്റഡ് ആണോ തണ്ണിമത്തൻ പഴുത്തോ ഇല്ലയെന്ന്? നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ രണ്ടാട്ട് കെട്ടിയണോ അത് നാലാട്ട് കെട്ടിയണോ? കട്ട് ചെയ്ത് പഴുത്തോ നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവുക. എല്ലാരും ഇതിൽ പങ്കെടുക്കണം. എന്തില്ല കട്ട് ചെയ്ത് പഴുത്തില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടില് മായ കലരാത്ത തണ്ണിമത്തൻ. നോക്കട്ടെ, ഈ ചെറിയ സ്ക്വയറായിട്ടുണ്ട്. ചെറുച്ചു അച്ഛൻ സത്യത്തിൽ പറ, മധുരം ഉണ്ടോ? സൂപ്പർ. ഇനി അമ്മ സൂപ്പറാ. ഇത്രയും കാലത്തിനിടയ്ക്ക് വെച്ച് നമ്മൾ ഈ ഒരു സാധനം നമ്മുടെ വീട്ടിൽ ഇതുവരെ പോലെ ബാക്കി എല്ലാ സാധനവും നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രം ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞാനും അച്ഛനെ എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര. കാരണം നമ്മുടെ വീട്ടിൽ നമ്മളിത് ചുമ്മാതങ്ങ് അവിഞ്ഞു പോകുമെന്നും വിചാരിച്ച് നമ്മൾ നട്ടതാ. പക്ഷേ എന്തായാലും ഇത്രയും വരെ വന്ന് സൂപ്പറായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ അടുത്ത വർഷം ഞങ്ങൾ ഇതിനെ നല്ല വിപുലമായിട്ട് ഇത് നമ്മള് നട്ടതല്ലേ, തന്നെ വളർന്നേ. അതുകൊണ്ട് അടുത്ത വർഷം നമ്മൾ നല്ല രീതിയിൽ യഥാർത്ഥത്തിൽ നട്ട് കഴിഞ്ഞാൽ അത് വളരത്തില്ല, അത് ചള്ളായി പോത്തേ ഉള്ളു. അതിൻ്റെ പേര് വരും അടുത്ത പ്രാവശ്യം. ഇനിയിപ്പം മഴയായി, ഈ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പാടാം. ഇനിയിപ്പം വെള്ളം അതുകൊണ്ട് ഈ കളിക്കത്തില്ല, എല്ലാം നശിച്ചു പോയി. അതുകൊണ്ട് അടുത്ത വർഷം നല്ല രീതിയിൽ ഇതിനെ ഭംഗിയായിട്ട് ഞങ്ങൾ വളർത്തും. അന്നേരം എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ ഇത് ഫ്രീ ആയിട്ട്. ഇനി ഒരെണ്ണം കൂടെ വളരുന്നുണ്ട്. പക്ഷേ മഴ ആയതുകൊണ്ട് ഇനി പോവായിരിക്കും. മഴയാ, അതുകൊണ്ട് ഇത് കേട്ടില്ല. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. നമുക്ക് അടുത്ത പോൾക്ക്. ഇതിന് വലിയ വണ്ണമൊന്നും ഇല്ലായിരുന്നു. ഇതും പഴുത്തോ നോക്കാം. തന്നെ അടർന്ന് നിന്നയാ. ചീത്തയായോ പഴുത്തോ? ഇച്ചിരി കട്ടിയുണ്ട് മുറിക്കാൻ. ഓ, ഇതും സൂപ്പറാണ് ഗായ്സ്. ഇത് നല്ല ചുമ കുരു കുറവാണോ? ടിങ് ടിങ് ടിങ്.
ടേസ്റ്റ് നോക്കണ്ടായോ നമ്മൾ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ മുട്ടേനേക്കാൾ ടേസ്റ്റ് ഇച്ചിരി കൂടെ പഴുത്ത് കാണും. ആദ്യത്തിന് ഇത്ര ടേസ്റ്റ് ഇല്ല, ഞാൻ ചെറുതാകുമ്പോ പിഞ്ചായിരിക്കും. അതിനെക്കാട്ടി നല്ല സോഫ്റ്റ്. കേട്ടെ അജു വരണം ടേസ്റ്റ് ചെയ്ത്. മട്ടേനെക്കാട്ടി ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാ. ഇതാണ് ആദ്യം വീണത്. ഇത് അതിനകത്ത് നടർന്ന് തന്നെ നിക്കുവായിരുന്നു. ഇത് മറ്റേത് നമ്മള് പിച്ചെടുത്തതാ. ഇത് ആദ്യം വീണ. ഇത് നല്ല കണ്ടോ ഗൈസ്. ഓ ഗൈസ്, ഞങ്ങളെ തണ്ണിമത്തൻ അതിവിജയകരമായി അവസാനിച്ചിരിക്കുന്നു. അച്ഛൻ ഇതുവരെ തിന്നത് നിർത്തിയില്ല. ഞാൻ അടുത്തൊരു വീഡിയോ കാണുന്ന. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെ തണ്ണിമത്തൻ വിളവെടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഞാൻ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. അച്ഛാ ബൈ കൊടുക്ക്. ബൈ ബൈ.